നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തിരുവചനങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ കേൾവിക്കാർക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുകയും കഴിഞ്ഞ നാളുകളിൽ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾ അതിൽ കാണിച്ച എല്ലാ സഹകരണങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തെ ആധാരമാക്കിക്കൊണ്ട് അതെത്രമാത്രം ഇന്നത്തെ സമൂഹത്തിൽ റെലവൻ്റ് ആയിട്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥമായിട്ട് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കർത്താവിനെ എങ്ങനെയാണ് നാം സ്വീകരിക്കേണ്ടത് എന്നുള്ള വസ്തുത വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ വാക്കുകളിൽ കൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ദയവായിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധയോടെ കേട്ടിട്ട് അത് സത്യമാണോ, ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ, നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന വിശുദ്ധ തിരുവചനം വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഭാഗം വായിച്ച് അതങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ നമുക്ക് മുൻപോട്ട് നയിക്കുവാനും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ ഭാഗം എടുക്കുവാനായിട്ട് കാരണമായിത്തീർന്നത് ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൽ കാണുന്ന ഒരു വലിയ ട്രെൻഡ് എന്താണ്, എവിടെയാണ് വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുന്നത്, ഈ കടന്നു വരുന്നവരുടെ ഉള്ളിലെ മോട്ടീവ്, അവരുടെ ലക്ഷ്യം എന്താണെന്ന് ഇതിലൂടെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇത് മനസ്സിലാക്കിയിട്ട് ഇതിലൂടെ നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശത്തെ ഞാൻ ചെറിയ വാക്കുകളിൽ ഒന്ന് ലഘൂകരിച്ച് നിങ്ങളുടെ നല്ല മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഈ 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, യേശുവും തൻ്റെ ശിഷ്യന്മാരും അവർ ജനത്തോട് സംസാരിക്കുന്നതും അതിൻ്റെ ഇടയിലുണ്ടായ ചില യാത്രകളും അതിലൂടെ ജനം കർത്താവിനെ എങ്ങനെയാണ് അവർക്ക് കർത്താവ് ഒരു ആവശ്യക്കാരനായിരിക്കുന്നത് എന്നത് കർത്താവിൻ്റെ വാക്കുകളിൽ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 1-ാമത്തെ വാക്യം തുടങ്ങുന്നത്, അനന്തരം യേശു തിബെരിയാസ് എന്ന ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോയി. യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാരും ഒക്കെ ഉണ്ട്. അങ്ങനെ അവരെ ഗലീല കടലിൻ്റെ തിബെരിയാസ് എന്ന മറുപേരിൽ അറിയപ്പെടുന്ന ഈ ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് യാത്ര ചെയ്തു പോയി. അവിടെ വലിയൊരു പുരുഷാരം വന്നുകൂടി. അവരുള്ള രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. പല അത്ഭുതങ്ങളും പല അടയാളങ്ങളും ഒക്കെ അവിടെ ചെയ്തു. അങ്ങനെ ഇരിക്കെ യേശുവിൻ്റെ വാക്കുകളൊക്കെ കേട്ടുകൊണ്ടൊരു വലിയ പുരുഷാരം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ ദീർഘസമയങ്ങൾ അവിടെ ഇരുന്നപ്പം കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും അവിടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് ഫിലിപ്പോസിനോട് ചോദിച്ചു, ഈ ജനത്തിന് കൊടുക്കുവാൻ നമ്മുടെ പക്കൽ എന്തുണ്ട്? ഇവർക്ക് കൊടുക്കുവാൻ, ഇവർ വളരെ നന്നായി ഇത്രയും സമയം കൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ടാവാം, അവർക്ക് വിശപ്പുണ്ട്, ഇതൊക്കെ സ്വാഭാവികമായി നമ്മുടെ ജഡശരീരത്തിൻ്റെ അവസ്ഥകളാണ്. അത് അറിഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, ഈ ജനത്തിന് ഭക്ഷിപ്പാൻ കൊടുക്കണം. ഇപ്പം നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട്. ഇപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, ഈ വലിയ പുരുഷാരത്തിന് ഇപ്പം നമ്മളെ അവർക്കപ്പുറത്ത് എവിടെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്? ഇതൊരു വലിയ സമൂഹമാണ്. ഇനി 200 വെള്ളിക്കാശിന് പോയി അപ്പം അങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ പോലും തികത്തില്ല. അപ്പം കർത്താവ്, നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പം ഒരു കാര്യം അവരെ നേരത്തെ അറിഞ്ഞിരുന്നു. അവിടെ വന്ന ഒരു ബാലൻ്റെ പക്കൽ 5 അപ്പവും 2 മീനും ഉണ്ട്, യവം കൊണ്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അപ്പം യേശു കർത്താവ് പറയും, ജനത്തെ എല്ലാം പന്തിയായിട്ട് ഇരുത്തുക, എന്നിട്ട് അത് അവർക്ക് വിളമ്പാനായിട്ട് പറഞ്ഞു. കർത്താവ് അതിനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു, അനുഗ്രഹിച്ചു വിളമ്പാൻ പറഞ്ഞു. അപ്പം ഇവരെ എല്ലാവരും പന്തിയായിട്ട് ഇരുത്തി 5 അപ്പവും 2 മീനും
കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് അങ്ങോട്ട് വിളമ്പാൻ തുടങ്ങിയപ്പം ഈ ജനം മുഴുവനും തിന്ന് തൃപ്തരായി. ഇന്നത്തെ ഒരു സാമൂഹിക പരിസ്ഥിതിയൊന്നും അല്ല അന്ന്. ഒരു 100 വർഷം മുമ്പുള്ള നമ്മുടെ ജീവിതവും അന്നത്തെ മനുഷ്യൻ്റെ സാമ്പത്തിക ചുറ്റുപാടുകളും ഒക്കെ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ ഓർത്തെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് 10,000-2000 വർഷങ്ങൾക്ക് മുൻപുള്ളൊരു ചരിത്രമാണ്, നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഈ ജനത്തിന് ഇത് വളരെ സന്തോഷമായി. അവരെല്ലാവരും തിന്ന് തൃപ്തരായി. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ശേഷിച്ചത് നിങ്ങൾ ഒട്ടും നഷ്ടപ്പെടുത്താതെ അത് ശേഖരിക്കണം. നമ്മൾ വായിക്കുന്ന 12 കുട്ട അധികം വന്ന ഈ അപ്പമൊക്കെ അവർ ശേഖരിച്ചെടുത്തു. 12 കുട്ട അധികം വന്നു. ഇതുകൊണ്ട് അവിടുത്തെ സംഭവം അങ്ങനെ അവസാനിക്കുക. അപ്പം സന്ധ്യയായി, എല്ലാവരും പിരിഞ്ഞു പോകുന്നു. അപ്പമൊക്കെ പക്ഷേ തൃപ്തരായിട്ട് ജനം എല്ലാം പോകുന്നു. ഈ ശിഷ്യന്മാർ അന്ന് തന്നെ സന്ധ്യയ്ക്ക് അവരാ പടക് കയറി നേരെ ഈ തിബിരിയാസിൻ്റെ അക്കരയ്ക്ക് അവർ എത്തപ്പെട്ടോടു നേരെ അവർ തിരിച്ചു പോവുകയാണ്. കഫർന്നഹൂമിൽ അവർ കഫർന്നഹൂമിലേക്ക് പോവുകയാണ്. അപ്പം ഈ വന്ന ജനത്തിനൊരു കാര്യം മനസ്സിലായായിരുന്നു. യേശു ശിഷ്യന്മാരും കൂടി ഒരു പടകിലാണ് വന്നത്, ഒറ്റപ്പടകിലാണ് വന്നത്. അപ്പോൾ ഇവരെ അവിടെ നിൽക്കുമ്പം തന്നെയല്ല, എല്ലാവരും പിരിഞ്ഞു പോകുന്നതിനൊക്കെ മുമ്പ് തന്നെയാണ് ഈ ശിഷ്യന്മാർ പടകെ കയറിപ്പോൾ യേശുവിനെ അവിടെ ഒറ്റയ്ക്ക് അവർ കണ്ടു. ഇവർക്കൊരു കാര്യം മനസ്സിലായി, യേശു പോയിട്ടില്ല. കാരണം ഈ ഒറ്റപ്പടകിലാണ് വന്നത്. അതവർ പറയുന്നത് പിറ്റേ ദിവസം യേശുവിനെ അന്വേഷിച്ച് വരുമ്പോഴാണ് അവർക്ക് മനസ്സിലായ, അവരുടെ മനസ്സിലിരിപ്പല്ല പറവാണ്, ഒറ്റപ്പടകെ ഇവിടെ ഉള്ളായിരുന്നു. അതിലാണ് യേശു ശിഷ്യന്മാരും നമ്മൾ കണ്ടല്ലേ, ശിഷ്യന്മാരെല്ലാവരും കൂടെ കയറി ആ പടകൾ സന്ധ്യയ്ക്ക് കഫർന്നഹൂമിലേക്ക് പോകുന്നത്. യേശു പോയിട്ടില്ല, യേശു ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ പിറ്റേ ദിവസം ഈ വലിയൊരു പുരുഷാരം പിന്നെയും അവർ അപ്പം തിന്ന് തൃപ്തരായ ആ സ്ഥലത്തേക്ക് തന്നെ അവർ തിരിച്ചു വന്നു. നിങ്ങൾ ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെവിടെ വെച്ചായിരുന്നു അപ്പം തിന്ന് തൃപ്തരായത്? ഇന്നലെ യോഗം നടന്നാൽ, ഇന്നലെ പ്രാർത്ഥന അപ്പം തിന്ന ആ സ്ഥലത്തേക്ക് ഇവർ തിരിച്ചു വന്നു. ഇവർ തിരിച്ചു വന്നപ്പം അവിടെ പടകില്ല. അവിടെ പിന്നെ അന്വേഷിച്ചു. പടക് പോയപ്പോട്ടെ, അത് ശിഷ്യന്മാരല്ലേ പോയിട്ടുള്ളൂ. യേശു അതേ കയറിയിട്ടില്ല. നമ്മളിന്നലെ കണ്ടല്ലേ, യേശു ഇവിടെ ഉണ്ട്. അപ്പോൾ യേശുവിനെ മതി. അപ്പോൾ അവരവിടെ എല്ലാം അന്വേഷിച്ചിട്ട് യേശുവില്ല, ശിഷ്യന്മാരുമില്ല. അപ്പോൾ അവർക്ക് എങ്ങനെയോ അവർക്ക് ആരും പറഞ്ഞോ, അവർക്ക് അറിവ് കിട്ടി, യേശു അവിടെ നിന്ന് പോയി. പക്ഷെ എങ്ങനെയാണ് പോയത് അതൊക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാത്രിയിൽ ഇവരുടെ യാത്രയിൽ വലിയ പ്രതിക്ഷോഭങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഈ ഗലീലക്കടലിൽ സംഭവിച്ചു. യേശു രാത്രിയിൽ അവിടേക്ക് വെള്ളത്തിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്ത് ചെന്നു. അവരോട് പിന്നീട് ഇതിനെല്ലാം ശാന്തമാക്കി പടയിൽ കയറി കർത്താവ് യാത്രയെ കഫർന്നഹൂമിലെത്തി. പക്ഷേ ഈ രാത്രി സംഭവിച്ച ഈ സംഭവം ഈ ജനം അറിഞ്ഞില്ല. അവർ പിറ്റേ ദിവസം അപ്പം തിന്ന് തൃപ്തരായി ആ സ്ഥലത്ത് വന്നു. അപ്പോൾ അവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ യേശുവില്ല, ശിഷ്യന്മാരും ഒന്നുമില്ല. അപ്പോൾ അവർക്ക് കിട്ടിയ അറിവിൽ അവർ കുറേ ചെറു പടകുകളെല്ലാം പിടിച്ച് നേരെ വെച്ച് പിടിച്ച് എവിടോട്ടാണെന്നറിയാം, കഫർന്നഹൂമിലേക്ക് വെച്ച് പിടിച്ചു, യേശുവിൻ്റെ അരികിലേക്ക്. ഇനിയുമാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ചിന്താവിഷയം അവിടെ കിടക്കുന്നത്. അവിടെ ചെന്നു. അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തോ ഒരു വലിയ ആഗ്രഹം അവരുടെ മനസ്സിൽ കിടക്കുക, സുവിശേഷം കേൾക്കാൻ. എന്തോ ഒരു വലിയ ആഗ്രഹം അവരുടെ ഉള്ളിൽ കിടക്കുക. കർത്താവ് സംസാരിക്കുന്നതും രോഗികൾക്ക് സൗഖ്യം നൽകുന്നതും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും ഇത് പ്രാപിക്കുകയും വളരെ ശ്രദ്ധയോടെ കർത്താവിൻ്റെ വചനങ്ങൾ ദൈവരാജ്യത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതൊക്കെ കേൾക്കുവാനുള്ള ആ വലിയ ആഗ്രഹം കൊണ്ട് ഇപ്പം ഇന്ന് നമ്മൾ ടാക്സിയൊക്കെ എടുത്ത് പോയെന്ന് പറയുന്ന പോലെ അവർക്ക് ഈ തിബിരിയാസ് കടലിൻ്റെ അല്ലെങ്കിൽ തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോകണം. അപ്പം അവർ ഈ ചെറിയ പടകുകളെല്ലാം പിടിച്ച്, ചെറിയ വള്ളങ്ങളൊക്കെ പിടിച്ച് വലിയൊരു ആഘോഷമായിട്ട് എല്ലാവരും കൂടെ പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇപ്പം ഇവർ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ കർത്താവേ, ഞങ്ങൾ നിന്നെ എവിടെല്ലാം തിരഞ്ഞു, നീ എവിടെ ആയിരുന്നു? ഞങ്ങൾ നിന്നെ അന്വേഷിക്കാത്ത ഇടമില്ല. അതായത് 26-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അവർ പറയുകയാണ്,
യേശു അവിടെ ഇല്ല, ശിഷ്യന്മാരും ഇല്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും പടകേറി യേശുവിനെ തിരഞ്ഞു കവർന്നഭൂമിയിലെത്തി. കടൽക്കര അവനെ കണ്ടെത്തിയപ്പോൾ, റബ്ബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്ര എന്നെ അന്വേഷിക്കുന്നത്. ഇതാണ് അന്നത്തെ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നൊരു സംഭവം ഇതാണ്. അതായത് അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്, അവരുടെ ഉള്ളിലെ ആ മോട്ടീവ് എന്താണെന്ന് യേശു അങ്ങോട്ടങ്ങ് വ്യക്തമാക്കിയാണ്. അപ്പോൾ ഒരു വന്നപ്പോഴേ പറഞ്ഞു, എൻ്റെ ഗുരു റബി, ഇത് ഭയങ്കര ചതിയായിപ്പോയി. ഞങ്ങളെന്ത് കഷ്ടപ്പെട്ടാണ് ഇന്ന് ഈ ഗലീലക്കടലിൻ്റെ അക്കരയ്ക്ക് ചെയ്യുന്നത്. അവിടെ ചെന്നപ്പോൾ നീ ഇന്നലെ ഇരുന്നിടത്ത് ഞങ്ങളെ കറക്റ്റ് നീ ഇന്നലെ പറഞ്ഞെടുത്ത് അപ്പമൊക്കെ വാഴ്ത്തുന്നങ്ങ് ചെന്നു, നിന്നെ അവിടെ കണ്ടില്ല. എൻ്റെ പൊന്നെ, ഞങ്ങൾ എവിടെയെല്ലാം തിരക്കി അന്വേഷിച്ചെന്നറിയാമോ? പിന്നെ ഞങ്ങൾ അവിടെ കിടന്ന കുറേ ചെറുപടകെല്ലാം പിടിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത്. നീ എപ്പോഴാണ് ഇവിടെ വന്നത്? ഇതിന് മറുപടിയായിട്ട് കർത്താവ് ഒരു പറ്റിപ്പോയി, രാത്രിയിൽ ശിഷ്യന്മാർ പോയ വഴിക്ക് അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഞാൻ പിന്നെ രാത്രി അതൊന്നും കർത്താവ് പറയാൻ നിന്നില്ല. കർത്താവ് എപ്പോൾ വന്നെന്നോ എപ്പോഴായിരുന്നെന്നോ ഒന്നും കർത്താവ് അതിനൊരു മറുപടി പറഞ്ഞതേ ഇല്ല. കർത്താവ് പറഞ്ഞ മറുപടി, അതായത് നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല നിങ്ങളിപ്പം എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നത്, മറിച്ച് അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നത്. അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട്. അപ്പോൾ അത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ, ചാടി പറഞ്ഞേനെ, അതൊന്നുമല്ല, ഞങ്ങൾക്കുള്ള ആത്മഭാരം കൊണ്ട് ഞങ്ങൾ വന്നാണ്. അപ്പം തിന്ന് തൃപ്തി കൊണ്ടൊന്നുമല്ല, ഞങ്ങൾക്ക് അതിൻ്റെ വചനങ്ങൾ കേൾക്കണം, ഞങ്ങൾക്ക് ഇനിയും ഇതിനെക്കുറിച്ച് ആഴമായിട്ട് അറിയണം, ഞങ്ങൾക്ക് വല്ല വിധേയനെയും ആ ദൈവസ്ഥലം ചെന്നെത്തണം. അവരൊന്നും പറഞ്ഞില്ല. കർത്താവ് ഡയറക്റ്റ്ലി അങ്ങോട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. അതായത് കുറച്ച് നേരം ഇവിടെ വന്ന് ഇരുന്നാൽ ഫ്രീ ആയിട്ട് വരെ നിറച്ച് ആഹാരമൊക്കെ കഴിച്ച് തൃപ്തരായിട്ട് പോകാം. അപ്പോൾ അതിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എന്നിട്ട് കർത്താവ് അടുത്ത 27-ാമത്തെ വാക്യം, 6-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം, അതിൻ്റെ 27-ാമത്തെ വാക്യം എൻ്റെ ഏറ്റവും പ്രസക്തമായ ഏറ്റവും കാതലായ വാക്യമാണ്. ഈ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മുന്നോട്ടുള്ള ഈ അധ്യായത്തിലെ മുഴുവൻ കാര്യങ്ങളും കർത്താവ് സംസാരിക്കുന്നത്. കർത്താവ് പറയുകയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. വളരെ പ്രസക്തമാണ്, വളരെ കാലിക പ്രസക്തമാണ്. ഇന്ന് കാണുന്ന നമ്മുടെ പല സുവിശേഷ മഹായോഗങ്ങളും അതിൻ്റെ അകത്തെ ഉദ്ദേശശുദ്ധിയും എല്ലാം വെച്ച് നോക്കുമ്പം ഈ വാക്യത്തിന് ഭയങ്കരമായിട്ട് റെലവൻ്റായ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വാക്യമാണ്. ഞാൻ എന്തിനാണ് ഇത് നിങ്ങളോടിങ്ങനെ പറയാൻ ചോദിച്ചാൽ, നിങ്ങൾ തന്നെ വേണം വിലയിരുത്താനായിട്ട്. ഇന്നൊരു പോസ്റ്റർ അടിക്കുമ്പം ഈ ചില പ്രത്യേക പെന്തക്കോസ്തിലെ ഗ്രൂപ്പുകാരൊക്കെ പോസ്റ്റർ അടിക്കുമ്പം അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് രോഗസൗഖ്യത്തിനാണ്. രോഗശാന്തി ശുശ്രൂഷയും വചന ശുശ്രൂഷയും അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. രോഗശാന്തി അത് ആദ്യം ഹൈലൈറ്റ് ചെയ്യുന്നത്, രോഗശാന്തി ശുശ്രൂഷയും പിന്നെ വചന പ്രഭാഷണമോ പ്രസംഗമോ അല്ല വചന കൺവെൻഷനായിട്ടൊക്കെ കൊടുക്കും. ഈ ചിലർ ഈ പ്രസംഗകർക്കാണ് അമിത പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു റീജിയണൽ കൺവെൻഷൻ നടക്കുക, അല്ല ഒരു പ്രസ്ഥാനത്തിൻ്റെ സെൻട്രൽ കൺവെൻഷൻ നടക്കുക. ഒരുപക്ഷെ ഈ റീജിയണൽ കൺവെൻഷനിലും സെൻട്രൽ കൺവെൻഷനും ഇതിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ജനറൽ സെക്രട്ടറി ഒന്നും ഒരു പക്ഷേ അതിന് പ്രഭാഷണമൊന്നും വരുന്നുണ്ടാവത്തില്ല. പക്ഷെ എന്നാലും ഒരു തൃപ്തിക്ക് വേണ്ടി അവരുടെ എല്ലാം അങ്ങ് ഫോട്ടോ അങ്ങ് അടിക്കും. ഈ പ്രസംഗിക്കുന്നവരുടെല്ലാം ഭയങ്കര ഫ്ലെക്സൊക്കെ അടിച്ച് ഫോട്ടോ എല്ലാം അടിച്ച് ഇവരെ അങ്ങ് പ്രസിദ്ധരാക്കിയാണ്. ഞാൻ ആ കാര്യം പറയാം, എല്ലാ അർത്ഥത്തിൽ പറയാം. അപ്പം ഇങ്ങനെ
ഉള്ള വലിയ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പലതും ഈ നോക്കി ഇത് ഈ സുവിശേഷ പ്രസംഗം അല്ല സുവിശേഷ മഹായോഗം കഴിഞ്ഞിട്ട് നമ്മളത് പിന്നെ യൂട്യൂബിലൊക്കെ കേൾക്കാൻ നിന്നിട്ട് നമ്മൾ നോക്കണം. അതായത് അതിൻ്റെ ഒരു 3/4 ഭാഗവും എന്തായിട്ട് പോകും, പാട്ടും പ്രാർത്ഥനയും പിന്നെ ഓരോരുത്തരെ അങ്ങ് പുകഴ്ത്തിയുള്ള സംസാരങ്ങളും അവരുടെ പൊസിഷനും ഇതെല്ലാം അങ്ങ് പറഞ്ഞിട്ട് അവസാനം ഇതിൻ്റെ ഒരു 1/3 ഭാഗം ആണ് വചന ശുശ്രൂഷയ്ക്ക് ലഭിക്കുന്നത്. ഉദ്ദേശം ഒരു 3 ദിവസത്തെ ഒരു കൺവെൻഷൻ ലോക്കൽ സഭയൊക്കെ നടത്താൻ നോക്കുക. ഒരു ലോക്കൽ സഭ ഒരു 3 ദിവസത്തെ കൺവെൻഷൻ നടത്തുക. ഒരു കുറഞ്ഞത് 1,00,000 രൂപ ചിലവ് വരും സംഗീതക്കാർക്കും, ബാക്കി അതിൻ്റെ പന്തല്, കസേര, ഈ പ്രസംഗങ്ങളുടെ എല്ലാം കൂടെ ഓൾ ടുഗദർ അതിൻ്റെ പബ്ലിസിറ്റി എല്ലാം കൂടെ ചിലവ് വരും. അപ്പം ശരിക്കും നമ്മൾ ദൈവത്തിൻ്റെ വചനം ജനത്തെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെ നടക്കുന്ന ഇവിടെ പാട്ട് പാടുന്നതിൻ്റെ പകുതി ഹിന്ദിയിലും പകുതി തമിഴിലുമൊക്കെയാണ് പാടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ഇരിക്കുന്ന ജനത്തിന് മനസ്സിലാകുന്നില്ല. മലയാളം ചൊവ്വ നേരെ ശരിയായ വിധത്തിൽ പറഞ്ഞാൽ മനസ്സിലാകാത്ത പലരുണ്ട്. ഇത് മറ്റ് ഭാഷകൾ അങ്ങ് തകർക്കുക. പിന്നെ ഭയങ്കര ഒരു ഇൻട്രൊഡക്ഷൻ വന്ന ആളിൻ്റെ പൊസിഷനെല്ലാം കൂടെ പറഞ്ഞങ്ങ് തകർക്കുക. അവസാനം ഇതെല്ലാം കൂടെ കഴിഞ്ഞ് സ്തോത്രരാജ്യം, പിന്നെ അതിന് വന്ന പ്രാർത്ഥന, പിറ്റേ ദിവസത്തെ അനൗൺസ്മെൻറ്റും ഇതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പലരും ശ്രദ്ധിച്ചു, ഈ വർഷം നടന്നു തന്നെ 1/3 സമയം മാത്രമായിരിക്കും വചനപ്രഭാഷണത്തിന് കിട്ടുന്നത്. അപ്പോൾ ആ 1/3 സമയത്തെ ചിലതൊക്കെ 2 പേർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അവർ പിണങ്ങുമേ. കാര്യം ഇവരെല്ലാവരും വേണ്ടപ്പെട്ടവരാ, ഇവരെല്ലാവരും വലിയ സംഭാവന കൊടുക്കുന്നവരാ. അപ്പം പിന്നെ എൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന ഒരാൾക്ക് 15 മിനിറ്റ്, അടുത്ത ആൾക്ക് 15 മിനിറ്റൊക്കെയാണ്. ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിനോട് കൂടെ ഞങ്ങളൊരു സെൻട്രൽ പാസ്റ്ററെ കണ്ടേച്ചും കൊണ്ട് വരുന്ന വഴിക്ക് ഒരു സാധുവായ പാസ്റ്റർ, ആ സഭയിൽ തീരെ ആളും പേരും ഒന്നുമില്ല, ആ പഴം ഞായറാഴ്ച ഒരു സഭയോ അതിനുള്ള ആളൊക്കെ ഉള്ളൂ. ഇന്നൊരു പുരാതന സഭ, ഞാനിപ്പോൾ പേരും സ്ഥലമൊന്നും പറയുന്നില്ല. ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ബൈക്കിന് വരിക. അപ്പോൾ അവിടെ കൺവെൻഷനാണ്. അപ്പോൾ ഈ ചർച്ചിൻ്റെ അകത്ത് ആൾക്കാരിരിക്കുന്നു, പുറത്തൊരു പടുത വലിച്ചിട്ട് കുറച്ച് പേര് ചെറുപ്പക്കാരെ പുറത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഏതായാലും നമ്മൾ ഇവിടം വരെ വന്നതല്ലേ, ഇതുവഴി അതിന് അടുത്തൂടെ ഞങ്ങൾ പോകുന്നത്, നമുക്ക് ലൈറ്റൊക്കെ ഓഫാക്കി ഇച്ചിരി നേരെ പ്രസംഗം കേട്ടിപ്പോൾ ഞങ്ങൾ കയറിപ്പോന്നും പോകുന്നില്ല. അപ്പം ഞങ്ങൾ ബൈക്കൊക്കെ ഓഫാക്കി ഈ ലൈറ്റൊക്കെ ഓഫാക്കി ഞങ്ങളിങ്ങനെ റോഡ് സൈഡിൽ ഇരുന്നപ്പം ഈ പ്രസംഗകനെ വന്ന് ഇന്നോവ ഡ്രൈവറൊക്കെ താഴെ നിൽപ്പുണ്ട്. ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽപ്പം അതാ ഒരു 8:05 ഇങ്ങേരെ പ്രസംഗിക്കാൻ സമയം കൊടുത്തു. അതായത് 6 മണി കഴിഞ്ഞപ്പോൾ പാട്ടൊക്കെ തുടങ്ങി 8:05 കൊടുത്തു, ഒരു 9 മണി വരെ സമയം കൂട്ടിക്കും. അപ്പം ഞങ്ങൾ അവിടെ കേൾക്കാൻ നിന്നപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഈ പാസ്റ്റർ ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും അതായത് ഞങ്ങളുടെ സഭയിൽപ്പെട്ട മിക്കവാറും വീടുകളിലെല്ലാം വന്നു. ആ പ്രദേശത്തുള്ള ക്രൈസ്തവർ, അതായത് നാമധായ ക്രൈസ്തവരുടെ എല്ലാം വീട്ടിൽ കയറി നടന്ന് പിരിവെടുത്തിട്ടാണ് ഈ കൺവെൻഷൻ നടത്തുന്നത്. അതായത് അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ പാസ്റ്റർ ഒരു ചെറിയ കൺവെൻഷൻ നടത്തുക, ചർച്ചിനകത്തും ചർച്ചിന് മുറ്റത്തും ഒക്കെ ആയിട്ട് പന്തലൊക്കെ ഇട്ട് നടത്തുക. പന്തലൊന്നുമില്ല, ഒരു പടുത വലിച്ച് ഇട്ടിട്ടേ ഉള്ളൂ, അകത്താണ് നടത്തുന്നത്. അപ്പോൾ ഈ പ്രസംഗകനെ അങ്ങോട്ട് വന്നിട്ട് കുറേ ഇതൊക്കെ പറഞ്ഞിട്ട് പുള്ളി പുറത്തിരുന്നവരിൽ അകത്ത് കയറ്റി, അതിനുള്ള ആളേ ഉള്ളൂ, ആ ഒരു ചർച്ചിനകത്ത് ഇരിക്കാനുള്ള ചെറിയ ആളേ ഉള്ളൂ. അപ്പം അദ്ദേഹം അതിനുശേഷം വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊരു വാക്യം ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. അതാ പുള്ളിയുടെ പ്രസംഗ വിഷയം. ആ കുരുവാക്യം വായിച്ചു, എന്നിട്ട് അങ്ങ് അടച്ചു വെച്ചു. പിന്നെ പുള്ളി അങ്ങോട്ട് പള്ളു പറയാൻ തുടങ്ങി. ചിലവരുടെ വിചാരം അമ്മമാർ വലിയ പണ്ഡിതന്മാരാണെന്ന്. ഈ പ്രസംഗിക്കുന്ന പുള്ളിക്ക് വലിയൊരു വയറുണ്ട്, അല്പം കുടവറുള്ള പാർട്ടിയാണ്. ഇവൻ്റെയൊക്കെ വിചാരം ഇവന്മാരെല്ലാം വലിയ പണ്ഡിതന്മാരാണെന്ന്. പിന്നെ ഇവനൊന്നും പണ്ഡിതല്ല, എൻ്റെ കൂട്ട് പണ്ടിയുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ പ്രിയമുള്ള 8:40 വരെ ഞാനും ഈ സഹോദരനും കൂടെ അവിടെ നിന്നിട്ട് 8:40 വരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വായിച്ച വചനത്തിൽ നിന്ന് കമാന്നൊരു വാക്ക് പറഞ്ഞില്ല. സെൻട്രൽ പാസുമാരെയും മറ്റു പാസുമാരെയും ജനത്തെയും തലമുടി ചെയ്യുന്നതും പിന്നെ എന്താ പറയുന്നത് ഷർട്ടിടുന്നതും വസ്ത്രം, ഇങ്ങനെ കുറേ കുറ്റങ്ങളും കുറവുകളും എല്ലാം കൂടെ വിളിച്ചു പറഞ്ഞ് പോയതല്ലാതെ 8:40 വരെ. പിന്നെ അദ്ദേഹത്തിന് ശേഷിക്കുന്ന 20 മിനിറ്റാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 1,00,000 രൂപ മുടക്കുക. അത് ഈ പാവം
ആ ലോക്കൽ സഭയിലെ പാസ് നാട് മൊത്തം നടന്ന് പിരിവെടുത്ത് പല വിധേനയും സുവിശേഷം കേട്ടി സഭയ്ക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നെങ്കിൽ വരുത്തട്ടെ, ജനത്തിനൊരു വ്യത്യാസം വരുന്നെങ്കിൽ വരട്ടെ. ആരെങ്കിലും ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി തീരാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ വിലമതിക്കാത്ത ഒരവസ്ഥയായി കണ്ടുകൊണ്ട് ഇന്ന് ചെയ്യുമ്പോൾ അവിടെ സംഭവിച്ചത് ഏറ്റവും ദുഃഖകരമായി. അപ്പോൾ 8:40 ഞാനും എൻ്റെ കൂട്ടു സഹോദരനും പറഞ്ഞു, നമുക്ക് പോയേക്കാം, ഇത് ഭയങ്കര കഷ്ടം തന്നെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോകാൻ തക്കണുമ്പടിയായിരുന്നു. ഇതിൻ്റെ ബാക്കി ഈ രണ്ടാമത്തെ ഭാഗത്തിലായിട്ട് ഞാൻ പറയുകയാണ്. ദയവായിട്ട് നിങ്ങളത് ശ്രദ്ധിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.